നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വലപ്പാടിൽ മദ്യലഹരിയിൽ ആക്രമണം നടന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. മുറ്റിച്ചൂർ സ്വദേശി എടക്കാട്ടുതറ വീട്ടിൽ 32 വയസ്സുള്ള ഹാരിസ്, ചാഴൂർ വേലുമാൻപടി സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ഷിജാദ് എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 15-നായിരുന്നു സംഭവം. തൃപ്രയാറുള്ള ബാറിൽ നിന്നും മദ്യപിച്ച ശേഷം പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പള്ളിയുടെ മുൻവശത്ത് മൂത്രമൊഴിക്കാൻ നിൽക്കുന്നത് ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യത്താൽ തളിക്കുളം പുതുക്കുളം കളാമ്പറമ്പ് സ്വദേശി പുതിയ വീട്ടിൽ യൂസഫിനെ പ്രതികൾ ആക്രമിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. ഹാരിസ് വലപ്പാട്, അന്തിക്കാട്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 2 അടിപിടി കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഒരു കേസിലും ഒരു മോഷണ കേസിലും അടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഷിജാദ് അന്തിക്കാട്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും ഒരു മോഷണ കേസിലും അടക്കം 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർ എബിൻ CN, ASI സജയൻ, CPO ജസ്ലിൻ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ചേറ്റുവ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ കയ്പമംഗലം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കൂരിക്കുഴി കരടിവളവ് സ്വദേശി അൻസിലാണ് മരിച്ചത്. അഴീക്കോട് ബീച്ചിൽ നിന്നും 10 കിലോമീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഴീക്കോട് കോസ്റ്റൽ പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്ത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയ ബന്ധുക്കളാണ് മൃതദേഹം അൻസിലിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ചേറ്റുവ ഹാർബറിലേക്ക് വന്നിരുന്ന ചെറുവള്ളം അഴിമുഖത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിൽ അൻസിലിനൊപ്പമുണ്ടായിരുന്ന മറ്റു 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി മനോജ് നമ്പൂതിരിപ്പാട് സഹകാർമ്മികനായി. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് മുരളീധരൻ ചേലാട്ട്, സെക്രട്ടറി ചന്ദ്രൻ പെരുമ്പഴഞ്ഞി എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ നവീകരണത്തിന് നേതൃത്വം നൽകിയ ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജുവിനെ സനീഷ് കുമാർ ജോസഫ് MLA ആദരിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, താലൂക്ക് സൂപ്രണ്ട് ഡോക്ടർ MM മിനിമോൾ തുടങ്ങിയവർ സന്നിഹിതരായി. അതിരപ്പിള്ളിയിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച ചാരായവുമായി യുവാവിനെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വെറ്റിലപ്പാറ 15 വെളിയത്ത് പറമ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള ജിനേഷ് കുമാറാണ് അറസ്റ്റിലായത്. എക്സൈസിന്റെ അന്വേഷണത്തിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് 100 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തില്ലന്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. പോൾസൺ തെക്കുംപീടിക, ഹേമലത സുകുമാരൻ, ഷെന്നി പന്നോക്കാരൻ, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CS സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, AM ബിജു, സായു സുരേന്ദ്രൻ, ഷൈനി ബാബു, ജിനേഷ് വെട്ടിയാട്ടിൽ, സൂരജ് കുണ്ടനി, ലിനോ മൈക്കിൾ, ജെയ്സൺ പീടിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് UDF കൺവീനർ സോമൻ മുത്രത്തിക്കര അനുസ്മരണം നടത്തി. കാലാവസ്ഥ.
കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,060 രൂപയും പവന് 72,480 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.